6-ാം നൂറ്റാണ്ടിനെ അറേബ്യൻ മനസ്സിന്റെ ക്രൂരതയിലേക്ക് മാത്രം നോക്കണ്ട നിങ്ങൾ. അത്രമേൽ പ്രാകൃതമായ ചിന്തയുടെ കാലഘട്ടമായിരുന്നു 6-ാം നൂറ്റാണ്ട്. പരിശുദ്ധ റസൂലിന്റെ സദസ്സിലേക്ക് ഒരാള് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 2-3 പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ ആളാണ്. വിശ്വാസിയാകുന്നതിന് മുമ്പ്, അങ്ങയുടെ സവിധത്തിൽ അണയുന്നതിന് മുമ്പ് ഒടുക്കത്തെ കുട്ടിയെ ഞാൻ കൊന്നു. അവിടെ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു, ഭൂമിയിൽ വച്ചേക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആളുകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി, പെൺകുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണോ, കൊല്ലാറായില്ലേ എന്ന്. അവളെ ഞാൻ എൻ്റെ കൈകൊണ്ട് കുളിപ്പിച്ച് ഭക്ഷണം വാരിക്കൊടുത്ത് പുതിയ ഉടുപ്പ് ധരിപ്പിച്ച് എൻ്റെ പിന്നാലെ കൊണ്ടുപോയി. തൂമ്പ കൊണ്ട് ഞാൻ കുഴി കിടക്കുമ്പോൾ എൻ്റെ താടിയിലേക്ക് മണ്ണ് വീണപ്പോൾ വാപ്പാ എന്ന് പറഞ്ഞ് അവൾ തട്ടി തന്നു. അവിടെ ഞാൻ കുഴിയിലേക്ക് എടുത്തു വെച്ചപ്പോൾ വാപ്പാ വാപ്പാ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ ഞാൻ അവളുടെ വായിലേക്ക് മണ്ണ് വാരിയിട്ടു. ഇത് കേട്ടപ്പോഴേക്കും പരിശുദ്ധ റസൂൽ തളർന്നു വീഴാണ്. ഇങ്ങനെയായിരുന്നു 6-ാം നൂറ്റാണ്ട്. പെണ്ണ് ജനിക്കുന്നത് എന്തോ അപമാനകരമായി കണ്ടിരുന്ന സമൂഹം. ആ സമൂഹത്തെ മാറ്റിയെടുത്തത് പരിശുദ്ധ റസൂലാണ് പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തത്. ആ മനുഷ്യന്റെ പേര് ഉമറുൽ ഫാറൂഖ് എന്നായിരുന്നു. ഇസ്ലാമിന്റെ 2-ാമത്തെ ഖലീഫ.